എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10-11 വാക്യങ്ങൾ. മത്തായി 9:10-11 വാക്യങ്ങൾ. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അവൻ പന്തിക്ക് ഇരിക്കുമ്പോൾ, ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു. ഒരു വലിയ വിരുന്ന് ഒരുക്കിയതായി മറ്റ് സുവിശേഷകന്മാർ പറയുന്നുണ്ട്. കർത്താവ് മീൻപിടുത്തക്കാരെ വിളിച്ചപ്പോൾ സാധുക്കളായ അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മത്തായി വിരുന്നൊരുക്കിയതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതും മറ്റുള്ള സുവിശേഷകന്മാർ പറയുന്നതും നമുക്ക് ഒരു മാതൃകയാണ്. താൻ തന്നെ വിരുന്നൊരുക്കിയെന്ന് തന്നെക്കുറിച്ച് പറയുന്നില്ല. വിരുന്നിനിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കരുത്. അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ചെയ്തികളെയൊക്കെ പ്രശംസിക്കുകയും വേണം. നമ്മളൊരു കേമമായ വിരുന്നൊരുക്കുമ്പോൾ അത് 4 പേരറിയണം എന്നൊരു വിചാരം നമുക്കുണ്ടാവാം. എന്നാൽ വിശുദ്ധ മത്തായി സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ ആ വിരുന്നൊരുക്കിയത് താനാണ് എന്ന് പറയാതെ വിരുന്നിൻ്റെ കാര്യം മാത്രം സൂചിപ്പിക്കുന്നത് മാതൃകാപരമായ ഒരു ക്രിസ്തീയ അനുഭവമാണ്. മത്തായി ക്രിസ്തുവിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും ക്ഷണിച്ചു. പല ചുങ്കക്കാരെയും പാപികളെയും ക്ഷണിച്ചു. തന്നെ രക്ഷിച്ച കർത്താവിങ്കലേക്ക് തൻ്റെ പഴയ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാനുള്ള ഒരു രംഗം അവൻ കണ്ടെത്തി. ഈ വിരുന്നുകൊണ്ട് മത്തായി ഉദ്ദേശിച്ച പ്രധാന കാര്യം ഒരുപക്ഷെ അതാവാം. അവരുടെ ഇംഗിതം മത്തായിക്ക് അറിയാം. എന്നാൽ കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് അവർക്ക് അനുഭവം ഉളവാക്കാൻ അവൻ ആഗ്രഹിച്ചിരിക്കാം. അപ്പോൾ ചുങ്കക്കാരെ കൊണ്ട് വീട് നിറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും മറ്റു ചിലരെ ക്രിസ്തുവിലേക്ക് നടത്തിയതുപോലെ വിശുദ്ധ മത്തായിയും പലരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ഒരുവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ തെളിവ് ഇതാണ്. മറ്റുള്ളവരെ, അതായത് തൻ്റെ പഴയ സ്നേഹിതരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള വലിയൊരു പരിശ്രമം. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള ഭാഗത്ത്, അതുപോലെ 4-ാം അധ്യായത്തിലൊക്കെ ഇങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ കാണുന്നു. എന്നാൽ ഈ ഒരു വലിയ വിരുന്നിൽ കർത്താവിനോടൊപ്പം ചുങ്കക്കാരും പാപികളും ഇരിക്കുന്നത് കണ്ട് ന്യായപ്രമാണത്തെ കർക്കശമായി ആചരിക്കുന്ന പരീശ പക്ഷം ഉയർത്തുന്നത് നിശ്ചിതമായ വിമർശനങ്ങളാണ്. പരീശന്മാർക്ക് ദൈവകൃപ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവഗണിക്കപ്പെട്ടിരിക്കുന്ന ചുങ്കക്കാരോടും പാപികളോടും കൂടെ യേശു ഭക്ഷിക്കുന്നത് എന്തെന്ന് അവർ അവൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. ശിഷ്യന്മാർക്ക് എതിരെ അവർ പിറുപിറുത്തു. തങ്ങൾ മറ്റുള്ളവരെക്കാൾ വിശുദ്ധരാണെന്ന് പരീശന്മാർ ചിന്തിച്ചു പോന്നു. പാപികളെ ഒഴിവാക്കുന്നതിൽ അവർ വളരെ തീക്ഷ്ണത ഉള്ളവരായിരുന്നെങ്കിലും പാപത്തെ ഒഴിവാക്കാൻ അവർ ശ്രമിച്ചില്ല. അതിനവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇവിടുത്തെ കുറ്റാരോപണം ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിച്ചു എന്നുള്ളതാണ്. പാപികളോടും ദുഷ്ടന്മാരോടും ബന്ധം പുലർത്തുന്നത് ദൈവിക പ്രമാണത്തിന് വിരോധമായി അവർ കണ്ടിരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപയെ അനുഭവിപ്പാൻ കഴിയാതെ പോയ ഒരു കൂട്ടം ആളുകളാണ് ഈ പരീശ പക്ഷം. ഒരു ന്യായപ്രമാണത്തിൻ്റെ പിടിയിലുള്ളവരാണ്. കർത്താവ് കരുണയുടെ തമ്പുരാനായി, കൃപയുള്ളവനായി, മനസ്സലിവുള്ളവനായി ഏത് പാപിയെയും തേടി വന്ന ദൈവമാണ്. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മോട് കൂടെ ഇരിക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ സ്നേഹിപ്പാൻ കർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. നിയമപരമായ
ചിന്തകളിലാവാം ലോകക്കാർ നമ്മോട് ഇടപെടുന്നത്. എന്നാൽ കർത്താവ് നിയമത്തിനൊക്കെ അതീതമായി മാനുഷിക പ്രമാണങ്ങളെ മുൻനിർത്തി നമ്മളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ആ ദൈവസന്നിധിയിൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മളെ താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവെ, വിനയത്തോടെ ദൈവസന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ മാറാത്ത കൃപയിലടി ഞങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടരുത്. യേശു മിശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.